ഇങ്ങനെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റിൽ നിന്നും എങ്ങനെ നമുക്ക് ആവശ്യമായ ടെക്സ്റ്റുകളെ വേർതിരിച്ചെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമസ്കാരം, ഐഡിയൽ എക്സ്പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ എ എന്ന കോളത്തിൽ നിങ്ങൾക്ക് എംപ്ലോയിയുടെ കോഡും അതോടൊപ്പം എംപ്ലോയിയുടെ നെയിമും കാണാനായിട്ട് സാധിക്കും. എനിക്ക് ഇതിൽ നിന്നും എംപ്ലോയിയുടെ കോഡ് മാത്രം മറ്റൊരു കോളത്തിലേക്ക് കിട്ടണം. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഡാറ്റ നമ്മളുടെ ഒരു പേജിൽ ഉണ്ടാവുകയും അതിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഡാറ്റ മാത്രം, ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് മാത്രം മറ്റൊരു കോളത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു യൂണിഫോം മോഡലിലാണ് ഈ ഒരു ടെക്സ്റ്റ് എങ്കിൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ അതിനെ വേർതിരിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ നിങ്ങൾക്കൊരു ഫങ്ഷനാണ് പരിചയപ്പെടുത്തി തരുന്നത്, ലെഫ്റ്റ് എന്നുള്ള ഫങ്ഷൻ. അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും, എംപ്ലോയിയുടെ നെയിമിന് മുന്നിലായിട്ട് ഒരു 6 അക്ക കോഡാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഈ 6 അക്ക കോഡിനെ മാത്രമാണ് ഒരു കോളത്തിലേക്ക് വേണ്ടതെങ്കിൽ ഈ എംപ്ലോയി കോഡിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ കോഡ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻ ലെഫ്റ്റ് എന്നുള്ള ഫങ്ഷനാണ്. നമുക്ക് ഈ ഫങ്ഷൻ 2 രീതിയിൽ കൊടുക്കാം. ഈക്വൽ ടു എന്ന സിമ്പിൾ ഇട്ടതിന് ശേഷം ലെഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ബ്രാക്കറ്റ് ഇടുക. ഏത് ടെക്സ്റ്റിൻ്റെ ആണ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ക്യാരക്ടേഴ്സിനെ വേർതിരിച്ചെടുക്കേണ്ടത്? ഈ A2 എന്നുള്ള കോളത്തിലെയാണ്. അപ്പോൾ നമ്മൾ ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എത്ര ക്യാരക്ടേഴ്സിനെയാണ് നമുക്ക് ആ കോളത്തിലേക്ക് വേണ്ടത്? 6 ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ 6 എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇപ്പോൾ ഇവിടെ റീന നാരായണൻ നായർ എന്നുള്ള എംപ്ലോയി നെയിമിന് മുന്നുള്ള 347541 എന്ന കോഡ് സി എന്ന കോളത്തിലേക്ക് വേർതിരിച്ചെടുത്തിരിക്കുകയാണ്. ഇനി മറ്റൊരു രീതിയിൽ ഈ ഫംഗ്ഷൻ നമുക്ക് കൊടുക്കാം. അതിനായിട്ട് ഇൻസേർട്ട് ഫംഗ്ഷൻ എന്നുള്ള ഈ FX എന്നുള്ള ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇൻസേർട്ട് ഫംഗ്ഷൻ എന്നുള്ളൊരു വിൻഡോ കാണാം. അതിൽ ഇവിടെ ഓൾ എന്നുള്ള ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക. ഓളാണ് കിടക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ഓൾ എന്നുള്ള ഫംഗ്ഷൻ സെലക്ട് ചെയ്താൽ എല്ലാ ഫംഗ്ഷനും നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്നും ലെഫ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക. ആൽഫബറ്റിക് ഓർഡറിലാണ് ഈ ഫംഗ്ഷൻസ് എല്ലാം ഉള്ളത്. അപ്പോൾ ലെഫ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, എന്താണ് ഈ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഓക്കെ പറയുക. ഓക്കെ പറഞ്ഞതിന് ശേഷം കർസർ ഇവിടെയാണ് ടെക്സ്റ്റ് എന്നുള്ള കോളത്തിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഏതിലെ ടെക്സ്റ്റാണ് വേണ്ടത്? ഫസ്റ്റ് A2 എന്നുള്ള കോളത്തിലാണ്. അപ്പോൾ ജസ്റ്റ് A2ൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ A2 എന്നുള്ളത് വന്നിട്ടുണ്ടാവും. അതിൻ്റെ നേരെ ആ സെല്ലിലുള്ള വാല്യൂ എന്താണോ അതും ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, എത്ര ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് വേണ്ടത്? 6 ക്യാരക്ടറാണ് നമുക്ക് വേണ്ടത്. ആ 6 ക്യാരക്ടേഴ്സിൽ 6 എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ റിസൾട്ടിൻ്റെ സ്പെസിമൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എംപ്ലോയി കോഡ് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് A2 എന്നുള്ള കോളത്തിൻ്റെ അല്ല വേണ്ടത്, A3 എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ തെറ്റിക്കൊടുത്താലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ 2 എന്നുള്ളത് നമ്മൾ ബാക്ക് സ്പേസ് അടിച്ച് 3 ആക്കി കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് സെല്ലിലേക്ക് വന്നോളും. അതിനുശേഷം ഒരു തവണ കൊടുത്തു കഴിഞ്ഞാൽ ശേഷം നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഓട്ടോഫില്ലായിട്ട് എല്ലാ സെല്ലിലും ആ വാല്യൂസ് വരും. അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡും ഇതിൻ്റെ നേരെ വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.